ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വിഷൻ 2031 വികസനവും ജനാധിപത്യവും അന്താരാഷ്ട്ര കോൺഫറൻസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21 പ്രസിദ്ധീകരിക്കും. 100% ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിൻ ഷെറിൻ എബ്രഹാമിന് വിട നൽകാൻ ജന്മനാട്. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് നടക്കും. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്ന് മഹാശിവരാത്രി. ഓംകാരമന്ത്രത്താൽ ഭക്തിസാന്ദ്രമായി ക്ഷേത്രങ്ങൾ. ICC പുരുഷ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. മത്സരം രാത്രി 7-ന്. വാർത്തകൾ വിശദമായി. വിഷൻ 2031 വികസനവും ജനാധിപത്യവും അന്താരാഷ്ട്ര കോൺഫറൻസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K രാജൻ അധ്യക്ഷനാകും. നൊബേൽ ജേതാവ് അമർത്യ സെൻ, ചരിത്രകാരി റോമില ഥാപ്പർ എന്നിവർ ഓൺലൈനായി പങ്കെടുക്കും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിനു ശേഷം പിശകുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകിയവർക്കുള്ള 100% ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. നിലവിലെ വിവരങ്ങൾ ക്രോഡീകരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21 പ്രസിദ്ധീകരിക്കും. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിൻ ഷെറിൻ എബ്രഹാമിന് വിട നൽകാൻ ജന്മനാട്. പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് പള്ളിയിൽ വൈകുന്നേരം 3:30 ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയായ 27 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം മന്ത്രി K രാജൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഭരണാനുമതി ലഭിച്ച 885 വില്ലേജുകളിൽ 595 എണ്ണമാണ് ഇതിനകം സ്മാർട്ട് വില്ലേജുകളാക്കിയത്. സംസ്ഥാന കാർഷിക വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന വൈഗ കാർഷിക പ്രദർശന വിപണന മേളയുടെ 7ാം പതിപ്പ് നാളെ സമാപിക്കും. വേൾഡ് മാർക്കറ്റ് മൈതാനത്ത് നടക്കുന്ന സമാപന ചടങ്ങ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. കാർഷിക സംരംഭകർക്ക് പ്രായോഗിക നിർദ്ദേശങ്ങളും വായ്പാ സഹായത്തിനുള്ള പ്രോജക്ട് റിപ്പോർട്ടുകളും തയ്യാറാക്കി നൽകുന്ന DPR ക്ലിനിക്കായിരുന്നു വൈഗ മേളയുടെ പ്രധാന പ്രത്യേകത. 250ഓളം സ്റ്റാളുകളാണ് മേളയിലുള്ളത്. വിപണന സാധ്യതകൾ, സ്മാർട്ട് ഫാമിംഗ്, നിർമ്മിത ബുദ്ധി തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ നയിച്ച സെമിനാറുകളും ഭക്ഷ്യമേളയും ശ്രദ്ധേയമായി. കാർഷിക മേളയുടെ ഭാഗമായി നാളെ കർഷക പാർലമെന്റ് നടക്കും. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള കർഷക പ്രതിനിധികൾ പങ്കെടുക്കും. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കും. സംസ്ഥാനത്തെ 2ാമത്തെ സ്കിൻ ബാങ്ക് ഉൾപ്പെടെ കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിൽ സജ്ജമാക്കിയ 283.60 കോടി രൂപയുടെ പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യമന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സർജിക്കൽ ബ്ലോക്ക്, കാത്ത് ലാബ്, മദർ ന്യൂബോൺ കെയർ, ക്രഷ്, ലാക്ടേഷൻ മാനേജ്മെന്റ് സെന്റർ എന്നിവയാണ് ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാന വികസന പദ്ധതികൾ. സംസ്ഥാനത്ത് SSLC മോഡൽ പരീക്ഷയ്ക്ക് നാളെ തുടക്കം. ഈ മാസം 20 അവസാനിക്കുന്ന രീതിയിൽ രാവിലെയും ഉച്ചയ്ക്കുമായാണ് പരീക്ഷ ക്രമീകരിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ് പൊതുപരീക്ഷ മാർച്ച് 5 ആരംഭിച്ച് 30 അവസാനിക്കും. തെരുവുനായ പ്രശ്നം വിലയിരുത്താൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥ സംഘം തിരുവനന്തപുരത്തെത്തി. മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ള BJP കൌൺസിലർമാരുടെ ഡൽഹി സന്ദർശനത്തിന് പിന്നാലെയാണ് സംഘമെത്തിയത്. തെരുവുനായകൾക്ക് ഷെൽട്ടർ കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിനൊപ്പം തെരുവുനായ പ്രശ്നത്തിൽ കോർപ്പറേഷന്റെ ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ലക്ഷ്യം. അഖിലേന്ത്യാ അവാർഡ് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ മാധ്യമശ്രേഷ്ഠ പുരസ്കാരം NK പ്രേമചന്ദ്രൻ MP സമ്മാനിച്ചു. തിരുവനന്തപുരം ദൂരദർശൻ വാർത്താ അവതാരകൻ B ശ്രീകുമാർ മാധ്യമശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച അധ്യാപകർക്കുള്ള ഗുരുശ്രേഷ്ഠ പുരസ്കാരവും കർമ്മശ്രേഷ്ഠ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച നിർവഹിക്കും. ഇതോടനുബന്ധിച്ചുള്ള പ്രദർശനം മറ്റന്നാൾ ആരംഭിക്കും. സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് പുറമെ ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, UK തുടങ്ങിയ രാജ്യങ്ങളുടെ സ്റ്റാളുകളും പ്രദർശനത്തിനെത്തും.
ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി നാളെ വീണ്ടും പരിഗണിക്കും. വിഷയം കോടതി എങ്ങനെ പരിശോധിക്കുമെന്ന് മനസ്സിലാക്കിയ ശേഷം സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ന് മഹാശിവരാത്രി. വ്രതം നോറ്റ് ക്ഷേത്ര ദർശനം നടത്തുന്നതിനൊപ്പം കൂവളത്തില സമർപ്പിച്ചും ഉപവാസമനുഷ്ഠിച്ചും രാത്രി ഉറങ്ങാതെയും ഭക്തർ പ്രാർത്ഥനാ നിരതരാവും. വിശദാംശങ്ങളിലേക്ക്. കുംഭമാസത്തിലെ കറുത്തപക്ഷ ചതുർദശി തിഥിയിലാണ് ശിവരാത്രി. ക്ഷേത്രങ്ങൾക്ക് പുറമെ ആശ്രമങ്ങളിലും മഠങ്ങളിലും സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലും ശിവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ആലുവ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ ഇന്നും നാളെയും പ്രത്യേക സർവീസ് നടത്തും. ശിവരാത്രിയോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലെല്ലാം രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി തൈപ്പോത്സവം കൊണ്ടാടി. കന്യാകുമാരി ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ശിവാലയ ഓട്ടത്തിനും തുടക്കമായി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ആലപ്പുഴയിലെ നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ശിവരാത്രി കെട്ടുകാഴ്ച ഉത്സവം ഇന്ന്. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പടുകൂറ്റം, ജോഡി കെട്ടുകാഴ്ചകളും കുട്ടികളുടെ ചെറുകെട്ടുകാഴ്ചകളും ഇന്ന് വൈകിട്ട് 4 മണിയോടെ ക്ഷേത്ര മൈതാനത്ത് എത്തും. പാലമേൽ, ഇടപ്പോൺ, പുലിമേൽ തുടങ്ങി 16 കരകളിൽ നിന്നാണ് കെട്ടുകാഴ്ചകൾ എഴുന്നള്ളിക്കുന്നത്. ഈ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിന് വലം വച്ച ശേഷം ഓരോ കരക്കാർക്കായും നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനങ്ങളിൽ അണിനിരക്കും. ഈ വിസ്മയ കാഴ്ച കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. രാവിലെ 100 കണക്കിന് കാവടികളാണ് ക്ഷേത്രത്തിൽ എത്തിയത്. 131 മാരാമൺ കൺവെൻഷൻ ഇന്ന് സമാപിക്കും. മാരാമൺ, ചിറയിറമ്പ്, കോഴഞ്ചേരി പള്ളികളിൽ നടക്കുന്ന പ്രത്യേക കുർബാനയ്ക്ക് വിവിധ മെത്രാപ്പൊലീത്തമാർ നേതൃത്വം നൽകും. 114ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കമാകും. തിരുനാവായ മഹാമാഘ മഹോത്സവ പരമാചാര്യൻ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് വൈകിട്ട് 3:45 ഹിന്ദുമത പരിഷത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 22 നടക്കുന്ന സമാപന സഭയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. ICC പുരുഷ T20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം. ഇന്നത്തെ ആദ്യ മത്സരത്തിൽ നേപ്പാൾ വെസ്റ്റ് ഇൻഡീസിനെ നേരിടുകയാണ്. 3 മണിക്ക് ചെന്നൈയിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ USA നമീബിയയെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5-ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ജംഷഡ്പൂരും മുഹമ്മദ് നസീം തമ്മിൽ ഏറ്റുമുട്ടും. ബംഗളൂരു സ്പോർട്ടിംഗ് ഡൽഹി മത്സരം രാത്രി 7:30-ന്. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന PM റാഹത്ത് പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. സേവാ തീർത്ത് ഓഫീസ് സമുച്ചയത്തിലേക്ക് മാറിയതിനു ശേഷം കൈക്കൊള്ളുന്ന ആദ്യത്തെ തീരുമാനമാണിത്. PM റാഹത്ത് പദ്ധതി പ്രകാരം റോഡ് അപകടം സംഭവിക്കുന്ന വ്യക്തിക്ക് അപകടം നടക്കുന്ന തീയതി മുതൽ 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെ പണരഹിത ചികിത്സയ്ക്ക് അർഹതയുണ്ടായിരിക്കും. അടിയന്തര പ്രതികരണ പിന്തുണാ സംവിധാനമായ 112 ഹെൽപ്പ് ലൈനുമായി പദ്ധതിയെ സംയോജിപ്പിക്കും. ആശുപത്രികളുടെ തുക മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ഫണ്ടിൽ നിന്നാണ് നൽകുക. ഇന്ന് ലോക ബാല്യകാല അർബുദ ദിനം. കുട്ടികളിലെ ക്യാൻസറിനെതിരെയുള്ള അവബോധം വളർത്തുന്നതിനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണ നൽകുന്നതിനുമായാണ് ദിനാചരണം. 2002 ചൈൽഡ്ഹുഡ് ക്യാൻസർ ഇന്റർനാഷണൽ എന്ന ആഗോള സംഘടനയാണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ഓരോ കുട്ടിക്കും അർഹമായ ഏറ്റവും മികച്ച വൈദ്യസഹായവും മാനസിക സാമൂഹിക പിന്തുണയും ലഭ്യമാക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ കൈറ്റ് നടപ്പാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ 6 ലക്ഷം രക്ഷിതാക്കൾക്ക് സർവം AI മയം എന്ന പേരിൽ നിർമ്മിത ബുദ്ധി പരിശീലന പദ്ധതി തുടങ്ങി. ജൂൺ 30 വരെ നീളുന്ന പരിശീലനം ഇന്ത്യയിലെ മുതിർന്നവർക്കുള്ള ഏറ്റവും വലിയ AI സാക്ഷരതാ യജ്ഞമായി മാറും. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഫെബ്രുവരി 17 വരെ അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in, prasarbharati.gov.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. വിഷൻ 2031 വികസനവും ജനാധിപത്യവും അന്താരാഷ്ട്ര കോൺഫറൻസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. 100% ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിൻ ഷിറിൻ എബ്രഹാമിന് വിട നൽകാൻ ജന്മനാട്. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് വൈകിട്ട് നടക്കും. ഇന്ന് മഹാശിവരാത്രി. ഓംകാര മന്ത്രത്താൽ ഭക്തിസാന്ദ്രമായി ക്ഷേത്രങ്ങൾ. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ICC പുരുഷ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.